Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ലാസ്റ്റ് നിർത്തിയത് ജസ്റ്റ് ഒന്ന് ഇവിടെ വരെ ആയിരുന്നു നമ്മൾ എടുത്തത് ഔട്ട്പേഷ്യൻ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അല്ലേ? ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇച്ചിരി വൈകിപ്പോയി, ലേറ്റ് ആയി പറഞ്ഞതല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട് കുറച്ച് പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഓക്കെ, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന ചാപ്റ്റർ ആണ് നമ്മൾ എടുത്തത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൊക്കേഷൻ ഓഫ് OPD അവിടെ വരെയില്ലേ നമ്മൾ ലാസ്റ്റ് പറഞ്ഞു നിർത്തിയത് ആണോ? യെസ്, വായിക്കുന്നുണ്ടോ? വീട്ടിൽ ഓരോ ക്ലാസ്സുകളും വായിക്കണില്ല എല്ലാവരും? ഓക്കെ, നമുക്ക് നോക്കാം, അടുത്തൊരു സെക്ഷനിലോട്ട് പോകാം കേട്ടോ. നെക്സ്റ്റ് ഒരു ടേബിൾ ആണ് നമുക്ക് ഇനി പഠിക്കാനുള്ളത്. ഏരിയ ഓഫ് OPD. OPDയിലെ ഏരിയകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പൊ OPD എന്ന് പറഞ്ഞാൽ അറിയാലോ, ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ്. ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഏരിയകൾ നമ്മൾ മെയിൻ ആയിട്ടും 3 ഏരിയ ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഓക്കെ, 3 ഏരിയകളായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേതാണ് പേഷ്യന്റ് ഏരിയ, രണ്ടാമതായിട്ട് നമ്മൾ തരംതിരിച്ചിരിക്കുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, മൂന്നാമതായിട്ട് നമ്മൾ പഠിക്കുന്നത് ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, OPDയിലെ 3 ഏരിയകളായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. പേഷ്യന്റ് ഏരിയ, അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, ദെൻ ക്ലിനിക്കൽ ഏരിയ. ഓക്കെ, ഇനി നമ്മൾ ഓരോ ഏരിയയിലും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഓക്കെ, ഇതാണ് നമ്മൾ ഈ ടേബിളിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ് വൺ നോക്കാം, പേഷ്യന്റ് ഏരിയ. പേഷ്യന്റ് ഏരിയ എന്ന് പറയുമ്പോൾ പേഷ്യന്റ് കൂടുതലായിട്ട് അവിടെ പേഷ്യൻസിനാണ് ഇമ്പോർട്ടന്റ് റോള് അല്ലെ. പേഷ്യന്റ് കൂടുതലായിട്ട് അടുത്ത് ഇടപെടുന്ന ഏരിയയാണ് പേഷ്യന്റ് ഏരിയ എന്ന് പറയുന്നത്. ഇനി പേഷ്യന്റ് ഏരിയയിൽ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നോക്കാം, എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ. ഏരിയ തന്നെയാണോ ടെക്സ്റ്റില്? കറക്റ്റ് ആണോ കൊടുത്തിരിക്കുന്നത്? സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാലോ, ഒന്ന് ചെക്ക് ചെയ്തേ. വെയിറ്റിംഗ് ഏരിയ എന്നല്ലേ? ഓക്കെ, then snack bar, ATM machine, etc. ഓക്കെ, എൻട്രൻസ്, പേഷ്യന്റ് നമ്മള് ഹോസ്പിറ്റലിലേക്ക് ആദ്യം തന്നെ കടന്നു വരുമ്പോൾ ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല. ഓക്കെ, ടെക്സ്റ്റ് കിട്ടും കേട്ടോ. ഓക്കെ, വിഷമിക്കണ്ട, ടെക്സ്റ്റ് കിട്ടും. ഓക്കെ, എൻട്രൻസ്, ഒരു പേഷ്യന്റ് ഹോസ്പിറ്റലിലേക്ക് ആദ്യം വരുമ്പോൾ നമ്മൾ ആദ്യം എവിടെയാ പോകുന്നത്? എൻട്രൻസിൽ പോകുന്നു, റിസപ്ഷനിൽ ചെല്ലുന്നു, രജിസ്ട്രേഷൻ ഒക്കെ നമ്മൾ എടുക്കുന്നു. റെക്കോർഡ് റൂം. റെക്കോർഡ് റൂം എന്ന് പറഞ്ഞാൽ എന്താണ്? പേഷ്യൻസിന്റെ റെക്കോർഡ് ഒക്കെ വെച്ചിരിക്കുന്ന റൂം. അതായത് ഇപ്പോൾ റെക്കോർഡ് സിസ്റ്റം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പേഷ്യൻസിന്റെ റെക്കോർഡ് റൂം, നമ്മുടെ ആ ഒരു റെക്കോർഡും ഫയലും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അവിടെ പോയിട്ടാണ് നമ്മുടെ നമ്പറും കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. ചില ഹോസ്പിറ്റലിൽ കമ്പ്യൂട്ടറൈസ്ഡ് അല്ലാത്ത ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ, കുറച്ചും കൂടി ഇപ്പോഴും ഫയലിംഗ് സിസ്റ്റം കൊണ്ടുവരുന്ന ഹോസ്പിറ്റലൊക്കെ ഉണ്ട് അല്ലെ. അപ്പൊ പേഷ്യൻസിന്റെ റെക്കോർഡുകളും മറ്റും വെക്കുന്ന ഒരു റൂമുകള്. വെയിറ്റിംഗ് ഏരിയ, നമ്മൾ ഡോക്ടറിനെ കാണാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ. സ്നാക്ക് ബാർ, ചില ഹോസ്പിറ്റലുകളിൽ ചെറിയൊരു സ്നാക്ക് ബാർ പോലെയൊക്കെ കാണാറുണ്ട്. അഡ്മിറ്റ് ആവുന്ന പേഷ്യൻസിന് അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള ചെറിയൊരു സ്നാക്ക് ബാർ പോലെ കണ്ടിട്ടില്ലേ നിങ്ങള്? ഹോസ്പിറ്റലിനുള്ളിൽ തന്നെ ചെറിയൊരു സ്നാക്ക് ബാർ പോലെ ഉണ്ടാകും. ATM മെഷീൻ, എക്സെട്ര. ഇനി ചില ഹോസ്പിറ്റലുകളിലാണെങ്കിൽ ATM മെഷീൻ അവൈലബിൾ ആയിരിക്കും. എല്ലാ ഹോസ്പിറ്റലിലും ഉണ്ടാവണമെന്നില്ല, എങ്കിലും കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റലിലൊക്കെ ആണെങ്കിൽ ATM മെഷീൻസ് അവൈലബിൾ ആണ്. സോ ഇത്രയുമാണ് പേഷ്യന്റ് ഏരിയയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത്. ഒന്നുകൂടി വായിക്കാം, എൻട്രൻസ്, റിസപ്ഷൻ, രജിസ്ട്രേഷൻ, റെക്കോർഡ് റൂം, വെയിറ്റിംഗ് ഏരിയ, സ്നാക്ക് ബാർ, ATM മെഷീൻ, എക്സെട്ര. ഓക്കെ, അപ്പൊ നിങ്ങൾ പഠിക്കുമ്പോൾ ഓരോ ഏരിയയിലും ആ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു ടേബിൾ പഠിക്കേണ്ടത്. കാരണം എക്സാമിന് ടേബിളിൽ നിന്ന് പല രീതിയിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിട്ട് തരാം. ഓക്കെ, അപ്പൊ അത് മനസ്സിലാക്കി പഠിക്കാം, എളുപ്പമാണത്. പേഷ്യന്റ് ഏരിയ എന്ന് പറയുമ്പോൾ നമ്മള് പേഷ്യന്റ് ആണ് അല്ലെ. പേഷ്യന്റ് കൂടുതലായിട്ട് ഇടപെടുന്ന ഏരിയകളാണ് പേഷ്യന്റ് ഏരിയ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പേഷ്യന്റ് ഏരിയ? ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി രണ്ടാമത്തത് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ. അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ എന്ന് പറയുമ്പോൾ അവിടെ പേഷ്യന്റിന് അധികം റോൾ ഉണ്ടോ? അഡ്മിനിസ്ട്രേറ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഭരണപരമായിട്ടുള്ള കാര്യങ്ങള്, ഫിനാൻസ് അല്ലെ, ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ഏരിയയാണ് മെയിൻ ആയിട്ട് അല്ലേ. സോ അതില് പേഷ്യന്റിന് വലിയ റോളൊന്നും ഇല്ല. നോക്കാം നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്നിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്. അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്, ഹോസ്പിറ്റലിലെ അഡ്മിനിസ്ട്രേറ്ററുടെ ഓഫീസ് അല്ലെ. അഡ്മിനിസ്ട്രേറ്റർ ആണല്ലോ ഫിനാൻഷ്യലി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന അഡ്മിനിസ്ട്രേറ്റർ ഓഫീസ്.
പബ്ലിക് റിലേഷൻ ഓഫീസർ, PROന്റെ ഓഫീസർ, പബ്ലിക് റിലേഷൻ ഓഫീസറിന്റെ ഓഫീസർ, അക്കൗണ്ട്സ്, ഫിനാൻഷ്യൽ ആയിട്ടുള്ള അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഇത്രയുമാണ് അഡ്മിനിസ്ട്രേറ്റീവിൽ വരുന്ന ഏരിയകളിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ. അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കാരണം പബ്ലിക് റിലേഷൻ ഓഫീസർ, അക്കൗണ്ട്സ്, ബില്ലിംഗ്, സെക്യൂരിറ്റി, ട്രാൻസ്പോർട്ട്, സ്റ്റോർ റൂം. ഓക്കെ, അപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ് എന്ന് പേര് നിങ്ങൾ അഡ്മിനിസ്ട്രേറ്റീവ് ഏരിയ, അതിൽ ഇൻക്ലൂഡഡ് ആയിട്ടുള്ളത് എന്തൊക്കെയാണ്, അങ്ങനെ മൂന്നും സെപ്പറേറ്റ് ചെയ്തിട്ട് പഠിക്കുക. ഓക്കെ, ലാസ്റ്റ് വൺ ക്ലിനിക്കൽ ഏരിയ. എന്താ ക്ലിനിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ക്ലിനിക്കൽ ഏരിയ എന്ന് പറയുമ്പോൾ ചികിത്സ കൊടുക്കുന്ന ഏരിയകൾ, അല്ലെ, നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ്സ്, ചികിത്സാപരമായിട്ടുള്ള ഏരിയ മീൻസ് നമ്മൾ പേഷ്യന്റിന് ട്രീറ്റ്മെന്റ് കൊടുക്കുന്ന ഏരിയ ആണ് ഉദ്ദേശിക്കുന്നത്. നോക്കാം, കൺസൾട്ടേഷൻ, അല്ലെ, കൺസൾട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഡോക്ടേഴ്സിന്റെ റൂമിൽ നമ്മൾ കൺസൾട്ട് ചെയ്യുന്നു, ഡോക്ടർ പേഷ്യന്റിന് അഡ്വൈസ് കൊടുക്കുകയാണ്, അല്ലെ, നമ്മൾ അവിടെ ചികിത്സയാണ് നടക്കുന്നത്. എക്സാമിനേഷൻ റൂം, എക്സാമിനേഷൻ റൂം എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സാം എഴുതുന്നതാണോ ഉദ്ദേശിക്കുന്നത്, ആണോ? എക്സാമിനേഷൻ റൂം എന്ന് ഉദ്ദേശിക്കുന്നത് പേഷ്യന്റിനെ നമ്മൾ പരിശോധിക്കുന്നത്, മനസ്സിലായോ, പരിശോധിക്കുന്ന റൂം, അല്ലെ, ടെസ്റ്റുകളൊക്കെ നമ്മൾ ചെയ്യുന്ന റൂം. ഡ്രസ്സിംഗ് റൂം, പേഷ്യൻസിന് ഇപ്പോ ഡ്രസ് ചെയ്യാനും മറ്റുള്ള ഡ്രസ്സിംഗ് റൂം, ഇപ്പൊ പരിക്കൊക്കെ പറ്റി ഇഞ്ചുറീസ് ഒക്കെ സംഭവിക്കുമ്പോൾ നമ്മൾ ടെസ്റ്റ് ഒക്കെ ചെയ്യുന്ന ഡ്രസ്സിംഗ് റൂം. ഫിസിയോതെറാപ്പി, പേഷ്യൻസിന് ഫിസിയോതെറാപ്പി കൊടുക്കുന്നത്, അതുപോലെ ചികിത്സയാണ്, അല്ലെ. ബ്ലഡ് ടാങ്ക്, പേഷ്യൻസിന് ആവശ്യമായിട്ടുള്ള ബ്ലഡുകൾ പ്രൊവൈഡ് ചെയ്ത് ബ്ലഡ് ടാങ്ക്. റേഡിയോളജി, റേഡിയോളജിയിൽ നമ്മൾ കൊടുക്കുന്നത് ട്രീറ്റ്മെന്റ് ആണ്, അല്ലെ, റേഡിയോളജി. ഇത്രയുമാണ് ക്ലിനിക്കൽ ഏരിയയിൽ വരുന്ന കാര്യങ്ങൾ, അതായത് പേഷ്യൻസിന് നമ്മൾ ചികിത്സാപരമായിട്ട് കൊടുക്കുന്ന ഏരിയകൾ. കൺസൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്, എക്സാമിനേഷൻ റൂം, ഡ്രസ്സിംഗ് റൂം, ഫിസിയോതെറാപ്പി, ബ്ലഡ് ബാങ്ക്, റേഡിയോളജി. ഓക്കെ, ഇത്രയുമാണ് OPDയിലെ പ്രധാനപ്പെട്ട 3 ഏരിയകളും ഓരോ ഏരിയയിലും വരുന്ന കാര്യങ്ങൾ. ക്ലിയർ ആണോ? ടേബിളിൽ അത്രേ ഉള്ളൂ, അതിന്റെ ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല. ഓരോ ഏരിയയിലും ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലിയർ ആണോ? ഇനി ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ, പെട്ടെന്നൊന്ന് വായിച്ചു നോക്കി. ടെക്സ്റ്റ് ഇല്ലാത്തവർ വിഷമിക്കണ്ട, ടെക്സ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ വായിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോകാം. ഓക്കെ, ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം, ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയന്റ്സ് ഇൻ OPD. ഒരു ഫ്ലോ ചാർട്ട് ആണ് തന്നിരിക്കുന്നത്. ഒരു ക്ലയന്റ് OPDയിലോട്ട് വരുന്ന ഒരു ഫ്ലോ ചാർട്ട്. ക്ലയന്റ് എന്ന് പറയുന്നത് ആരാണ്? ഹോസ്പിറ്റലിലെ ക്ലയന്റ്സ് എന്ന് പറയുന്നത് ആരായിരിക്കും? ക്ലയന്റ്, ഹോസ്പിറ്റലിലേക്ക് വരുന്ന ക്ലയന്റ് പേഷ്യന്റ് ആണ്. പേഷ്യന്റിനെയാണ് നമ്മൾ ക്ലയന്റ് എന്ന് പറയുന്നത്. സോ ഒരു പേഷ്യന്റ്, ഇപ്പൊ നമ്മൾ നമ്മളുടെ കാര്യം തന്നെ വിചാരിക്കാം. ഓക്കെ, നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കാര്യം ആലോചിക്കാം, ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാം. നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ, നമ്മൾ എന്തെങ്കിലും ചെറിയൊരു പനിയോ ചെറിയൊരു ഹോസ്പിറ്റലിലേക്ക് കടന്നു പോകുന്ന കാര്യോടെ. അപ്പൊ എങ്ങനെയാണ് ആ ഒരു ഫ്ലോ ചാർട്ട് എന്നാണ് പറയുന്നത്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു, ടെക്സ്റ്റ് ബുക്കിൽ ആരും ഇപ്പൊ നോക്കണ്ട കേട്ടോ. നമ്മൾ ഹോസ്പിറ്റലിൽ നിങ്ങൾ പോയി, അല്ലെ, നമ്മൾ പോയി എന്ന് പറയാം. അപ്പൊ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ആദ്യം ചെന്നു, നേരെ ചെന്ന് നമ്മൾ ഡോക്ടറുടെ റൂമിലേക്കാണോ പോകുന്നത്? ആണോ? ഏതെങ്കിലും ഹോസ്പിറ്റൽ അങ്ങനെയാണോ? നമ്മൾ നേരെ പോയി ഡോക്ടറുടെ റൂമിൽ പോകാറുണ്ടോ? ഇല്ല, അതിന് മുമ്പ് കുറച്ച് പ്രോസസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, അല്ലേ? അപ്പൊ ഫസ്റ്റ്ലി നമ്മൾ ചെല്ലുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, എൻക്വയറി പോകും, അല്ലെ. എൻക്വയറിയിൽ ചെന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, രജിസ്ട്രേഷൻ എടുക്കുന്നു, നമ്മൾ അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുന്നു, ഏത് ഡോക്ടറെയാണ് നമ്മൾ ചീറ്റ് എടുക്കും, രജിസ്ട്രേഷൻ എടുക്കും. നമ്മൾ ഡോക്ടറെ കാണാനായിട്ട് എന്ത് ചെയ്യും, കുറച്ചു നേരം ഡോക്ടറുടെ റൂമിലൊന്നും ഫ്രണ്ടിൽ വെയിറ്റ് ചെയ്തിരിക്കും. നമ്മുടെ ഡോക്ടർ നമ്മൾ വിളിക്കുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡോക്ടറെ കാണാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുന്നു. നമ്മുടെ നമ്പർ വിളിക്കും, കൺസൾട്ടേഷൻ റൂമിലോട്ട് നമ്മൾ കയറും, ഡോക്ടറെ നമ്മൾ കണ്ടു. ദെൻ ചിലപ്പോൾ ഡോക്ടർ ഒന്ന് ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനോ എന്തെങ്കിലും എന്തെങ്കിലും ടെസ്റ്റുകളൊക്കെ എഴുതുന്നു, നമ്മൾ ടെസ്റ്റുകളൊക്കെ ചെയ്തു. ദെൻ മെഡിസിൻ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫാർമസിയിലേക്ക് പോയി നമ്മൾ മെഡിസിൻ വാങ്ങിച്ചിട്ട് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോരും. നോർമൽ ഒരു കേസിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്, അല്ലേ? ആണോ? നമ്മൾ ഓരോരുത്തരും ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നോർമൽ ആയിട്ടുള്ള ഒരു കേസിൽ ഇങ്ങനെയല്ലേ? ആണോ? നോർമൽ ആയിട്ടുള്ള ഒരു കേസാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത്. ഓക്കെ,
ഇനി നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ഫ്ലോ ചാർട്ട് ഒന്ന് നോക്കിയേ, നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. നമ്മള് എന്താ നമ്മുടെ ജീവിതത്തിൽ പോകുന്ന ഒരു കാര്യമാണത് അല്ലെ. നോക്കിയേ, ഫ്ലോ പാറ്റേൺ ഓഫ് ക്ലയൻസ് ഇൻ OPD. ഫസ്റ്റ് വൺ എൻക്വയറി. എൻക്വയറി നേരെ നമ്മൾ എവിടെ പോകുന്നു? രജിസ്ട്രേഷൻ. ദെൻ രജിസ്ട്രേഷൻ ഒക്കെ നമ്മൾ എടുത്തു, നമ്മൾ OPD ടിക്കറ്റ് ഒക്കെ എടുത്തു. ദെൻ നമ്മൾ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു. ദെൻ കൺസൾട്ടേഷൻ റൂം, ഡോക്ടറെ കാണാൻ റൂമിൽ കയറി. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഫെസിലിറ്റീസ്, ടെസ്റ്റുകൾ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ പോയി ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പോയി. ദെൻ അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്തു? ഫാർമസിയിലേക്ക് പോയി നമുക്ക് നിർദ്ദേശിച്ചിട്ടുള്ള മെഡിസിൻ വാങ്ങിക്കുന്നു. ദെൻ നെക്സ്റ്റ് നമ്മൾ തിരികെ വീട്ടിലേക്ക് പോകും. പഠിച്ചില്ല എല്ലാവരും ഫ്ലോ ചാർട്ട്? പഠിച്ചോ? ഇത് പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മൾ പോകുന്ന നമ്മളെപ്പോഴും പോകുന്ന ആ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കാം. ഓക്കെ, ഒരു പ്രാവശ്യം കൂടി പറയാം കേട്ടോ. ഇനി മനസ്സിലാവാത്തവരുണ്ട് ആരെങ്കിലും? ഫ്ലോ ചാർട്ട് ക്ലിയർ അല്ലേ? എളുപ്പമാണ് അത്. എൻക്വയറി പോകുന്നു, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റില്, ദെൻ വെയിറ്റിംഗ് ഹാളിൽ വെയിറ്റ് ചെയ്യുന്നു, കൺസൾട്ടേഷൻ റൂമിൽ ചെല്ലുന്നു, ഇൻവെസ്റ്റിഗേഷൻ ഉണ്ടെങ്കിൽ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നു, ഫാർമസിയിൽ പോകുന്നു, എക്സിറ്റ് ചെയ്യുന്നു. ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഒരു ടേബിൾ ആണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ ഔട്ട്പേഷ്യൻ എന്ന ചാപ്റ്ററിൽ ഈ രണ്ട് ടേബിളും ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന് സൈഡിൽ ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. കാരണം ഈ രണ്ട് ടേബിളിൽ നിന്നുമായിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരുപാട് നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ഈ ഒരു സെക്ഷനിൽ നിന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഓക്കെ, രണ്ട് ടേബിളിൽ നിന്ന് അത്യാവശ്യം ക്വസ്റ്റ്യൻസുകൾ എക്സാമിന് ചോദിക്കാറുണ്ട്. സോ നന്നായിട്ട് പഠിക്കണം ടേബിള്. ഓക്കെ, അപ്പോ ഇനി നമ്മൾ രണ്ടാമത്തെ ടേബിളിൽ പഠിക്കാൻ പോകുന്നത് കുറച്ച് എക്യുപ്മെന്റ്സുകളെ കുറിച്ചാണ്. എക്യുപ്മെന്റ്സുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോ കുറച്ച് എക്യുപ്മെന്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന എക്യുപ്മെന്റ്സുകളൊക്കെ ഉണ്ടാകും. ദെൻ പുതിയതായിട്ട് നിങ്ങൾ പുതിയ എക്യുപ്മെന്റ്സുകളൊക്കെ പരിചയപ്പെടും. ഇനി നമുക്ക് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞ് മാത്രമായിട്ട് ഒരു ചാപ്റ്റർ പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഞാൻ അധികം ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും ഇവിടെ എടുത്തു പോണില്ല. കാരണം നമുക്ക് പേടിക്കൊന്നും വേണ്ട. ഓക്കെ, ഹോസ്പിറ്റലിൽ അത്യാവശ്യം ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകളെ കുറിച്ച് അത് മാത്രമായിട്ട് നമുക്ക് സെപ്പറേറ്റ് ഒരു ചാപ്റ്റർ വരുന്നുണ്ട്. ഇപ്പോഴെല്ലാം തേർഡോ ഫോർത്തോ കൂടി നമുക്ക് വരുന്നുണ്ട് എക്യുപ്മെന്റ്സ്. സോ അതിൽ നിങ്ങൾ ഒരുപാട് കൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഞാനിപ്പോ അത്യാവശ്യം ചെറിയ രീതിയിലൊന്ന് പരിചയപ്പെടുത്തി തരാം എക്യുപ്മെന്റ്സിന്. ഓക്കെ, അപ്പൊ എക്യുപ്മെന്റ്സിന്റെ ടേബിളിൽ നമ്മൾ വീണ്ടും എക്യുപ്മെന്റ്സിന് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, എക്യുപ്മെന്റ്സിന് 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്ന പേരുകൾ നമുക്കൊന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക്, അതായത് ടെസ്റ്റുകൾ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ഓക്കെ, ടെസ്റ്റുകൾ നടത്തുന്നത് നമ്മൾ ടെസ്റ്റ് ചെയ്ത് കണ്ടുപിടിക്കുമല്ലോ. സോ ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ. തെറാപ്റ്റിക്, അടുത്തത് തെറാപ്റ്റിക്. തെറാപ്റ്റിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചികിത്സാപരമായിട്ട് ഉപയോഗിക്കുന്ന എന്തൊക്കെയാണ് എക്യുപ്മെന്റ്സുകൾ? തെറാപ്റ്റിക്. മോണിറ്ററിംഗ്, മോണിറ്ററിംഗ് വെച്ചാൽ നമ്മൾ നിരീക്ഷിക്കുന്നത്, പേഷ്യൻസിന്റെ നിരീക്ഷിക്കുന്ന എക്യുപ്മെന്റ്സുകൾ. ലാസ്റ്റ് വൺ ഇൻസ്ട്രുമെന്റ്സ്, മറ്റ് ഉപകരണങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, അപ്പൊ ഇങ്ങനെ 4ആയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. സോ ഈ ഒരു ടേബിൾ പഠിക്കുമ്പോഴും ഡയഗ്നോസ്റ്റിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ് പേരുകൾ പഠിച്ചു വെക്കണം. തെറാപ്റ്റിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? മോണിറ്ററിംഗിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഇൻസ്ട്രുമെന്റ്സിൽ വരുന്നത് എന്തൊക്കെയാണ്? സെക്കൻഡ് വൺ കേട്ടില്ല. തെറാപ്റ്റിക് എക്യുപ്മെന്റ്സ്, അതായത് ചികിത്സാപരമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, ട്രീറ്റ്മെന്റ് പരമായിട്ട് ഉപയോഗിക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് തുടങ്ങി വെച്ചിട്ടുള്ളൂ. ഓക്കെ, നമുക്ക് രോഗം കണ്ടുപിടിക്കാനായിട്ടുള്ള ഉപകരണങ്ങൾ. ഓക്കെ, അതില് ഫസ്റ്റ് എക്യുപ്മെന്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന എക്യുപ്മെന്റ് ആണ് BP അപ്പാരറ്റസ്. നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ടാകും ഇല്ലേ? എത്ര പേരുടെ വീടുകളിലുണ്ട് BP അപ്പാരറ്റസ്? ഇന്ന് കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ മിക്ക വീടുകളിലും ഉണ്ടാകും. BP പേഷ്യൻസ് ഉള്ളവരാണെങ്കിൽ എന്തായാലും ഉണ്ടാകും. ഉണ്ടോ ആരുടെ BP അപ്പാരറ്റസ്? ഡിജിറ്റൽ ആയിട്ടുള്ളത്, ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നതാണെങ്കിൽ ഡിജിറ്റൽ ആയിട്ടുള്ളത് ഉണ്ടോ? യെസ്, കുറച്ച് വീട്ടിലുണ്ട് അല്ലേ? അപ്പോ BP അപ്പാരറ്റസ് കൊണ്ട് എന്താ നമ്മൾ ചെക്ക് ചെയ്യുന്നത്? BP ചെക്ക് ചെയ്യുന്നു. BPയുടെ ലെവല്, BPയുടെ അളവ് നമ്മൾ നോക്കുകയാണ് അല്ലേ? രോഗനിർണയിക്കുകയാണ് BP എത്രത്തോളം ഉണ്ട് അല്ലേ?
ഓക്കെ, അപ്പൊ അതെല്ലാവർക്കും പരിചയമാണല്ലോ. EP അപ്പാരറ്റസ് കാണാത്തവർ ആരെങ്കിലും ഉണ്ടോ? അറ്റ്ലീസ്റ്റ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ BP ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാറൊക്കെ ഉണ്ട് ഡോക്ടേഴ്സ് ഇല്ലേ? ഇനി കാണാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ? അറിയില്ലല്ലോ. ഓക്കെ, ഇല്ല. രണ്ടാമത്തെ എക്യുപ്മെന്റ് നോക്കാം, എൻഡോസ്കോപ്പ്. എൻഡോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? എൻഡോസ്കോപ്പ് നിങ്ങൾക്ക് അറിയാൻ പറ്റും. എൻഡോസ്കോപ്പ് അല്ലെങ്കിൽ എൻഡോസ്കോപ്പി ചെയ്യാന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? എൻഡോസ്കോപ്പി കേട്ടിട്ടുണ്ട്. എൻഡോസ്കോപ്പി, യെസ്. എന്താണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്? എൻഡോസ്കോപ്പ് ചെയ്യുന്നത് എപ്പോഴാണ്, എങ്ങനെ ചെയ്യുന്നത് എൻഡോസ്കോപ്പ്? അറിയോ? അറിയാവുന്നവരൊന്ന് പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്തേ. സ്റ്റൊമക് പ്രോബ്ലംസ് ഒക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറിനകത്ത് പരിശോധനയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഉള്ളിലുള്ള പരിശോധനയാണ്. നമ്മളുടെ വയർ സംബന്ധമായിട്ടുള്ളതും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? എൻഡോസ്കോപ്പിയാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെയാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്? എൻഡോസ്കോപ്പ് നമ്മളൊരു ചെറിയൊരു ട്യൂബ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ വായിലൂടെ ഈ ട്യൂബ് കടത്തിവിട്ട്, നേർത്തൊരു ട്യൂബാണ്. ട്യൂബിന്റെ അറ്റത്തായിട്ട് നമ്മൾ എന്താണ് ചെറിയൊരു ക്യാമറ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാകും. ദെൻ ഈ നമ്മൾ വായിലൂടെ, പേഷ്യന്റിന്റെ വായിലൂടെ ഈ ട്യൂബ് കടത്തിവിട്ട് നമ്മുടെ വയറിനുള്ളിൽ ആ ഒരു കാഴ്ച അല്ലെ, അത് നമുക്കൊന്ന് മോണിറ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അത് സിസ്റ്റത്തിലോട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് ഡോക്ടർക്ക് അത് മോണിറ്റർ ചെയ്തിട്ട് വയറിന്റെ ഇൻസൈഡിലുള്ള പ്രോബ്ലംസ് ഒക്കെ മനസ്സിലാക്കാനും അതിനെ മോണിറ്റർ ചെയ്യാനും നമുക്ക് സാധിക്കുന്നു. അതാണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? പ്രോസസ്സും കാര്യങ്ങളൊന്നും പഠിക്കാനില്ല, നമുക്ക് ജസ്റ്റ് ആ പേര് മാത്രം പഠിക്കാനുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രം. ഓക്കെ, പ്രോസസ് ഒന്നും നമുക്ക് പഠിക്കാനില്ല, ജസ്റ്റ് ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റിൽ വരുന്നതാണ് എൻഡോസ്കോപ്പ്. ഞാൻ ജസ്റ്റ് ഓരോന്ന് പറഞ്ഞു തരുന്നുള്ളൂ കേട്ടോ, ഒന്ന് പരിചയപ്പെടുത്തുന്നുള്ളൂ, കാരണം പ്രോസസ്സും കാര്യങ്ങളൊന്നും നമുക്കില്ല. ഓക്കെ, എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വയറിനുള്ളിലെ പ്രോബ്ലംസ് ഒക്കെ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് എൻഡോസ്കോപ്പ് എന്ന് പറയുന്നത്. എൻഡോസ്കോപ്പി എന്ന പ്രോസസ്സാണ് എൻഡോസ്കോപ്പി എന്ന് പറയുന്നത്. Then next one, portable X-ray. ഇത് പോർട്ടബിൾ എക്സ്റേ എന്ന് പറയുന്നത്. പോർട്ടബിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പോർട്ടബിൾ? പോർട്ടബിൾ ചാർജർ മീൻസ് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്ന തരത്തിലുള്ള എക്സ്റേ. എക്സ്റേ ഭയങ്കര വലിയ മെഷീൻ ഒന്നല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഇപ്പോൾ ഒരു ICUയിലോട്ട് കൊണ്ടുപോകാനും അല്ലെങ്കിൽ അവിടെ നിന്ന് ഇതിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും പെട്ടെന്ന് തന്നെ നമുക്ക് മൂവബിൾ ആയിട്ടുള്ള എക്സ്റേ മെഷീൻ തന്നെ മൂവബിൾ ആയിട്ട് ചെയ്യുന്നത്. ട്രോളി പോലെ നമുക്ക് മൂവബിൾ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് കൊണ്ടു നടക്കാം. ദെൻ പോർട്ടബിൾ USG. എന്താ USGയുടെ ഫുൾ ഫോം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? USG ഫുൾ ഫോം എന്തായിരുന്നു? USG അൾട്രാസൗണ്ട് അത്രേ ഉള്ളോ? USG അൾട്രാസൗണ്ട് സോണോഗ്രഫി കേട്ടോ, അൾട്രാസൗണ്ട് സോണോഗ്രഫി. യെസ്, നോക്കാം. അപ്പൊ ഈ പോർട്ടബിൾ ആയിട്ടുള്ള അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്ന് കേട്ടിട്ടില്ലേ നിങ്ങള്? ഏത് ടൈമിലാണ് അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യുന്നത്? കേട്ടിട്ടുണ്ടെങ്കിലും അൾട്രാസൗണ്ട് സ്കാനിംഗ് ചെയ്യുന്നത്, അൾട്രാസൗണ്ട് സ്കാനിംഗ് അത് കേട്ടിട്ടില്ല ആരോ? പ്രഗ്നൻസി ടൈമിലൊക്കെ നമ്മൾ എന്താണ് അൾട്രാസൗണ്ട് സ്കാനിങ് ചെയ്യാറുണ്ട് അല്ലേ? അൾട്രാസൗണ്ട് മീൻസ് ഒരു യൂസ് ഓഫ് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്നൊരു നമ്മളൊരു ഉള്ളിലുള്ള ഇൻസൈഡിന്റെ നമ്മളിപ്പോ ഓർഗൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് PCOD പോലുള്ള അൾട്രാസൗണ്ട് അബ്ഡോമിനലായിട്ടുള്ള നമുക്ക് ആ ഒരു ഓർഗൻസിന്റെ ഒരു പിക്ചർ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു സ്കാനിങ് രീതിയാണ് അൾട്രാസൗണ്ട് സ്കാനിങ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രഗ്നൻസി ടൈമിൽ PCOD അങ്ങനെയുള്ള അബ്ഡോമിനലായിട്ടുള്ള പ്രോബ്ലംസിനൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് USG ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എക്കോ. എക്കോ എന്ന് പറയുന്നതിന്റെ ഫുൾ ഫോം എന്താണെന്ന് അറിയോ? ഫുൾ ഫോം അല്ല, എക്കോ എന്ന് പറയുന്നത് എന്തായിരുന്നു? എക്കോ കാർഡിയോഗ്രാം എന്നാണ് പറയുന്നത്. അതിനെ നമ്മൾ ഷോർട്ട് ആക്കിയിട്ടാണ് എക്കോ എന്ന് പറയുന്നത്. ഓക്കെ, എക്കോ കാർഡിയോഗ്രാം റിലേറ്റഡ് ടു എന്തിനാ നമ്മൾ എക്കോ ചെയ്യുന്നത്? എപ്പോഴാണ്? ഹാർട്ടുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ? നമ്മുടെ ഇതുപോലെ തന്നെ സൗണ്ട് വേവ്സ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഹാർട്ടിന്റെ സ്ട്രക്ചറും
ഹാർട്ടിന്റെ ഫങ്ഷൻസ് ഒക്കെ ശരിയായിട്ടുണ്ടോ, ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിലൊക്കെ ഉണ്ടോ എന്ന് ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹാർട്ടിന്റെ ഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് ലഭിക്കുന്നത് നമുക്ക് ഈ ഒരു എക്കോ ചെയ്യുന്നു. എക്കോയിലൂടെയാണ് സ്ട്രക്ചർ നല്ല രീതിയിൽ ഹാർട്ട് വർക്കബിൾ ആണോ, അല്ലെങ്കിൽ ഹാർട്ടുമായിട്ട് ഫങ്ഷൻസ് ഒക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ടോ, ബ്ലഡ് ഫ്ലോ ഒക്കെ ഉണ്ടോ, ഹാർട്ടിന്റെ കണ്ടീഷൻസ് മനസ്സിലാക്കാനും ബ്ലോക്കുകളൊക്കെ ഉണ്ടോ എന്ന് നമുക്ക് എക്കോ ചെയ്യുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോ നമ്മൾ നോക്കിയത് എക്യുപ്മെന്റ്സിലാണ്, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളാണ്. അതായത് നമ്മൾ രോഗമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയായിരുന്നു? BP apparatus, endoscope, portable X-ray, then portable USG, then echo. Okay, clear ആണോ? ഡയഗ്നോസ്റ്റിക് പേരുകൾ മാത്രം പഠിക്കാം കേട്ടോ, ഡീറ്റെയിൽ ഒന്നും പഠിക്കാനില്ല. ഓക്കെ, നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രം ഞാൻ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തിയത് മാത്രം. ഓക്കെ, പേരുകൾ മാത്രം ഒന്ന് പഠിച്ചു വെക്കുക. ഡയഗ്നോസ്റ്റിക് വരുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നോക്കാം, തെറാപ്റ്റിക് എക്യുപ്മെന്റ്സ്. തെറാപ്റ്റിക്കിൽ വരുന്ന എക്യുപ്മെന്റ്സുകൾ, ചികിത്സാപരമായിട്ട് വരുന്ന എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ്? അതിൽ ഫസ്റ്റ് വൺ എല്ലാവർക്കും അറിയാവുന്നതാണ് നെബുലൈസർ. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് നമ്മളുടെയൊക്കെ വീടുകളിൽ സാധാരണമായിട്ട് മിക്ക വീടുകളിലും നെബുലൈസിംഗ് ഉണ്ടാവും ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ ഒക്കെ വരുന്ന കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ നമ്മള് നെബുലൈസറൊക്കെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു എക്യുപ്മെന്റ് തന്നെയാണ് ഇല്ലേ? വീടുകളിൽ ഉണ്ടോ നിങ്ങളുടെ? കുറച്ച് പേരുടെ വീടുകളിലൊക്കെ ഉണ്ട് അല്ലേ? അല്ലേ, നെബുലൈസർ എന്തിനു വേണ്ടി നെബുലൈസ് ചെയ്യുന്നത്? ഇതുപോലെ നമ്മള് ആസ്മ, ചുമ അങ്ങനെയുള്ള ബ്രീത്തിങ് പ്രോബ്ലംസിലൊക്കെയാണ് നമ്മൾ ആവി പിടിക്കാം അല്ലെ, അങ്ങനെയുള്ള ബ്രീത്തിങ് പ്രോബ്ലംസിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് നെബുലൈസർ. ഓക്കെ, നെബുലൈസർ ഞാൻ അധികമൊന്നും പറയണ്ട, എല്ലാവർക്കും പരിചയമുള്ള ഒരു വസ്തുവാണ് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ നോക്കുന്നത് ലാറിംഗോസ്കോപ്പ്. ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? പുതിയ പുതിയ പേരുകൾ നമ്മൾ ഇനി പഠിക്കാൻ പോണേ കേട്ടോ. പുതിയ കുറെ എക്യുപ്മെന്റ്സുകളും മെഡിക്കൽ ടേമുകളൊക്കെ പരിചയപ്പെടും നിങ്ങള്. ലാറിംഗോസ്കോപ്പ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, ലാറിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കുറച്ച് പേർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് കേട്ടോ. വോയിസിന്റെ ഇഷ്യൂ ആണെന്ന് പറഞ്ഞു. യെസ്, ലാറിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാറിങ്സ് നമ്മുടെ തൊണ്ടയുടെ ഭാഗമായിട്ട്, നിങ്ങൾ വോയിസ് ബോക്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ ബയോളജിയിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ സയൻസുകാരുണ്ടോ ഇവിടെ? ഓക്കെ, ഞാൻ ജസ്റ്റ് ചുമ്മാ ചോദിച്ചാണ് കേട്ടോ. ലാറിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ തൊണ്ടയാണ്. നമ്മുടെ തൊണ്ട നമുക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ സൗണ്ട് ഒക്കെ പുറത്തേക്ക് വരുമല്ലോ. സോ ആ ഒരു വോയിസ് ബോക്സ് ഉണ്ട്. സോ ഈ തൊണ്ടയുടെ ഭാഗമായിട്ടുള്ള നമ്മുടെ ശ്വാസനാളം, അത് കേട്ടിട്ടുണ്ടോ? വോക്കൽ റിലേറ്റഡ്. യെസ്, നമ്മുടെ ശ്വാസനാള സംബന്ധമായ പരിശോധന ഒരു പ്രോസസ്സാണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ചിലപ്പോൾ സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ തൊണ്ടയിലുള്ള മറ്റു പ്രോബ്ലംസ് നമ്മുടെ ശ്വാസനാളം, അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ കേരളത്തില്. ശ്വാസനാളത്തിൽ വരുന്ന പ്രശ്നങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതില് നമ്മൾ പരിശോധിക്കുന്നതാണ് ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത്. ഈ ലാറിംഗോസ്കോപ്പ് എന്ന് പറയുന്നത് നമ്മൾ എൻഡോസ്കോപ്പ് പോലെ തന്നെയാണ്. ചെറിയൊരു നേർത്ത ട്യൂബാണ്. ട്യൂബിന്റെ അറ്റത്തായിട്ട് നമ്മൾ ചെറിയ രീതിയിലുള്ള ഒരു കുഞ്ഞു ക്യാമറ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മള് ഈ ക്യാമറ വഴി, ക്യാമറയുടെ സഹായത്തോടു കൂടി നമ്മുടെ ശ്വാസനാളത്തിലേക്ക് അല്ലെങ്കിൽ വോയിസ് ബോക്സിലേക്ക് ഈ ട്യൂബ് ഇറക്കിക്കൊണ്ട് ട്യൂബിന്റെ ഉള്ളിൽ നമുക്ക് ആ ശ്വാസകോശത്തിനുള്ളിലെ പ്രശ്നങ്ങൾ നമ്മൾ മോണിറ്റർ ചെയ്തിട്ട് നമ്മൾ അതിന് കമ്പ്യൂട്ടറിന്റെ സഹായത്തോടു കൂടി കണ്ടെത്തുന്നു. ഓക്കെ, ഏകദേശം എൻഡോസ്കോപ്പ് പോലെ തന്നെയാണ്. എൻഡോസ്കോപ്പ് ആണെങ്കിൽ നമ്മൾ പറഞ്ഞു വയറിന്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളാണ്. ലാറിംഗോ എന്ന് പറയുന്നത് ശ്വാസനാളത്തിനുള്ളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നു. ഓക്കെ, ക്ലിയർ ആണോ? വോയിസ് ബോക്സ് ബ്രാക്കറ്റിലൊന്ന് വോയിസ് ബോക്സ് എഴുതി വെച്ചോളൂ. അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനൊന്നും ഇല്ല, നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ എന്താണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ലാറിങ്സ് നമ്മുടെ വോയിസ് ബോക്സിലോ ശ്വാസനാളത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ക്ലിയർ ആണോ ലാറിംഗോസ്കോപ്പ്? എല്ലാവർക്കും മനസ്സിലായോ? ബാക്കി എല്ലാവർക്കും ലാറിംഗോസ്കോപ്പ് എന്താണെന്ന് പുതിയതായിട്ട് കേൾക്കുന്നവരാണല്ലോ. ഓക്കെ, കുഴപ്പമില്ല. നെക്സ്റ്റ് വന്നാണ് ബ്രോങ്കോസ്കോപ്പ്. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ടായിരിക്കും റിലേറ്റ് ചെയ്തിരിക്കുന്നത്? ഗസ് ചെയ്ത് നോക്കി.
ആ എല്ലാവർക്കും അറിയാലോ, ചെസ്റ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ലങ്സ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. ശ്വാസകോശത്തിന്റെ പരിശോധനയാണ് ഈ ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ചെസ്റ്റ് നമ്മുടെ ശ്വാസകോശത്തിന്റെ പരിശോധന, അതും ഇതുപോലെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ ട്യൂബ് എടുക്കുന്ന പ്രോസസ്സ് തന്നെയാണ്. ആ യെസ്, ത്രൂ നോസ് ഓർ മൗത്ത്, നമ്മുടെ മൂക്കിലൂടെയോ അല്ലെങ്കിൽ വായിലൂടെയോ നമ്മൾ ചെറിയൊരു ട്യൂബ് കടത്തിയിട്ട് നമ്മുടെ ശ്വാസകോശത്തിനുള്ളിലെ പരിശോധന. അപ്പൊ ഇത് കൂടുതലായിട്ട് ചെയ്യുന്നത് ശ്വാസകോശ വിദഗ്ധനായിട്ടുള്ള ഡോക്ടേഴ്സ് ആയിരിക്കും. പൾമനോളജിസ്റ്റ് ആണ് ഈ ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ തെറാപ്പിക് എക്യുപ്മെന്റിലുള്ള 3 എക്യുപ്മെന്റ് ആണ് നമ്മൾ പഠിച്ചത്. ബ്രോങ്കോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. ക്ലിയർ ആണല്ലോ? 3 ഓക്കെ ആണോ? 3 എക്യുപ്മെന്റുകള്. ഓക്കെ, ഇനി നമ്മളുടെ അടുത്തത് നോക്കാം, മോണിറ്ററിംഗ്. മോണിറ്റർ ചെയ്യുന്ന എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയാണ്? ഫസ്റ്റ് വൺ, പൾസ് ഓക്സിമീറ്റർ. പൾസ് ഓക്സിമീറ്റർ കേട്ടിട്ടുണ്ടോ? പൾസ് ഓക്സിമീറ്റർ എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? പൾസ് ഓക്സിമീറ്റർ എന്താണെന്ന്? ഹാർട്ട് ബീറ്റ് ആണോ പൾസ് ഓക്സിമീറ്റർ? ആലോചിച്ച് നോക്കിയേ, പൾസ് ഓക്സിമീറ്റർ അറിയില്ല? പൾസ് ഓക്സിമീറ്റർ ഏകദേശം ശരിയാണ്. ഓക്സിജന്റെ എന്താണ് നമ്മൾ അവിടെ നോക്കുന്നത്? ആരോ കമന്റ് ചെയ്തു, ഞാൻ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ലാണ്. യെസ്, നമ്മുടെ ബ്ലഡിലുള്ള ഓക്സിജന്റെ ലെവൽ ആണ് നമ്മൾ പൾസ് ഓക്സിമീറ്ററിലൂടെ ചെക്ക് ചെയ്യുന്നത്. നമ്മുടെ ബ്ലഡില് നമുക്ക് കറക്റ്റ് ഒരു മിനിമം ഒരു ബ്ലഡില് എത്ര ഓക്സിജൻ ലെവൽ ഉണ്ടോ, അപ്പൊ ഓക്സിജൻ ലെവൽ ചെക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് പൾസ് ഓക്സിമീറ്റർ. ഓക്കെ, അപ്പൊ മറന്നു പോകരുത്. ആദ്യമായിട്ട് പുതിയതായിട്ട് നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഓർത്ത് വെക്കുക, നമ്മുടെ ബ്ലഡിലെ ഓക്സിജന്റെ അളവ് മെഷർ ചെയ്യുന്ന എക്യുപ്മെന്റ് ആണ് പൾസ് ഓക്സിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, കാർഡിയാക് മോണിറ്റർ. കാർഡിയാക്, എന്താ കാർഡിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ നിങ്ങൾ കാണാറുണ്ട് കാർഡിയാക് ഡിപ്പാർട്ട്മെന്റ് എന്ന്, അല്ലേ? അപ്പോ കാർഡിയാക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പേഷ്യൻസ് ആണ് ആ കാർഡിയാക് വിഭാഗത്തിൽ വരുന്നത്. ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അല്ലേ? അപ്പോ കാർഡിയാക് മോണിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം നമ്മുടെ ECG ഒക്കെ പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിന്റെ എന്താ പറയാ, നമ്മുടെ ഹൃദയത്തിന്റെ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ എന്താ ഒരു വൈദ്യുത പ്രവാഹം അളക്കുന്നത്, ആ ഒരു ഹാർട്ട് റേറ്റും നടക്കുന്ന ഒരു മോണിറ്റർ ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. നമ്മുടെ ഹാർട്ടിന്റെ മൂവ്മെന്റ്സുകളും കാര്യങ്ങളും അല്ലെ, നമ്മുടെ ഹൃദയത്തിന്റെ ഏകദേശം ECG ഒക്കെ പോലെ തന്നെ നമ്മുടെ ഹാർട്ടിന്റെ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ് കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ, ECG മെഷീൻ. ECGയുടെ ഫുൾ ഫോം എന്തായിരുന്നു? ECG ഫുൾ ഫോം എന്താ പറയാ? ഇലക്ട്രോ കാർഡിയോഗ്രാം. അറിയില്ലാത്തവരെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ, ഇലക്ട്രോ കാർഡിയോഗ്രാം. അറിയാവുന്നവര് എഴുതണ്ട, അറിയില്ലാത്തവര് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം, എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. ECG. ഓക്കെ, ECG എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ECG എടുക്കുന്നത്? മെയിൻ ആയിട്ട് ഇപ്പൊ ഒരു നെഞ്ചുവേദനയായിട്ട് നമ്മൾ ഒരു പേഷ്യന്റിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, അപ്പൊ തന്നെ ഡോക്ടർ ECG ചെക്ക് ചെയ്യും, അല്ലെ? ECGയിലൂടെ നമുക്ക് എന്താണ് അറിയാൻ പറ്റുന്നത്? ഹാർട്ട് റിലേറ്റഡ് ആണ്, അല്ലെ? യെസ്, ഹാർട്ടിന്റെ റേറ്റ് നോക്കുകയാണ്. ഹാർട്ട് ബീറ്റ് അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റിന്റെ റേറ്റ് എത്രയുണ്ടെന്ന് ചെക്ക് ചെയ്യാനാണ് നമ്മള് ECG. വേരിയേഷൻസ് ഒക്കെ ഉണ്ടോ, അല്ലെ? അല്ലെങ്കിൽ ബ്ലോക്ക് ഉണ്ടോ, വേരിയേഷൻസ് ഒക്കെ നോക്കാനാണ് നമ്മള് ECG മെഷീൻ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ മോണിറ്റർ എക്യുപ്മെന്റിൽ നമ്മള് 3 എക്യുപ്മെന്റ്സ് ആണ് പഠിച്ചത്. ഒന്ന് പൾസ് ഓക്സിമീറ്റർ, നമ്മൾ പറഞ്ഞു ബ്ലഡില് പരിശോധിക്കുന്നതാണ് പൾസ് ഓക്സിമീറ്റർ. കാർഡിയാക് മോണിറ്റർ എന്ന് പറയുന്നത് ഹൃദയത്തിന്റെ നമ്മുടെ വൈദ്യുത പ്രവാഹത്തെ രേഖപ്പെടുത്തുന്നത്. ECG ഹാർട്ട് റേറ്റ് ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, മോണിറ്ററിംഗ് ക്ലിയർ ആണോ? 3 എക്യുപ്മെന്റുകള് ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് വൺ, ഇൻസ്ട്രുമെന്റ്സ്. ഹോസ്പിറ്റലിൽ നമ്മൾ ഉപയോഗിച്ച് വരുന്ന മറ്റ് ഇൻസ്ട്രുമെന്റ്സുകൾ എന്തൊക്കെയാണ്? അതിനകത്ത് ആദ്യം പറയുന്നതാണ് IV സെറ്റ്, ഇൻട്രാവീനിയസ് സെറ്റ് എന്നാണ് പറയുന്നത്. IV സെറ്റ്, ഇൻട്രാവീനിയസ് സെറ്റ്. ഇനി ഈ IV സെറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് IV സെറ്റ്. ചിലപ്പോൾ നിങ്ങൾക്ക് പേര് അറിയില്ലായിരിക്കാം, പേര് നമ്മൾ ഇപ്പോഴായിരിക്കും നിങ്ങൾ കേൾക്കുന്നത്. IV സെറ്റ് ട്രിപ്പ് ഇടാനും ഇഞ്ചക്ഷൻസ് നമ്മൾ വെയിനിലൂടെ നമ്മള് ഇഞ്ചക്ഷൻസ് ഫ്ലൂയിഡ്സ് ഒക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു എക്യുപ്മെന്റ് ആണ് IV സെറ്റ് എന്ന് പറയുന്നത്.
മനസ്സിലായോ ഐ വി സെറ്റ് എന്താണെന്ന്? കുറച്ച് പേർക്ക് ഇപ്പോഴും ക്ലിയർ ആയിട്ടില്ല തോന്നുന്നു. ഐ വി സെറ്റ് നമ്മള് കാനുലയിൽ കൂടി നമ്മള് അഡ്മിറ്റ് ആകുമ്പോൾ നമ്മള് ജനത്തിൽ കൂടി നമ്മൾ ഇഞ്ചക്ഷൻ തരാറില്ലേ? ആ ഒരു നമുക്ക് മെഡിക്കൽ ഡിവൈസ് ആണ് നമ്മൾ ഫ്ലൂയിഡ് അല്ലെങ്കിൽ ഡെലിവറി ചെയ്യാൻ വേണ്ടിയിട്ട് മെഡിസിൻസ് പേഷ്യൻസിന്റെ ട്രിപ്പൊക്കെ എടുക്കുമ്പോൾ ഫ്ലൂയിഡ്സും മറ്റും ഡെലിവറി ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു എക്വിപ്മെന്റ് ആണ് ഐ വി സെറ്റ് എന്ന് പറയുന്നത്. കയ്യിലെടുത്തത്. ഓക്കെ. ട്രാക്കിയോസ്റ്റോമി, അടുത്തൊരു പുതിയതിന്റെ ട്രാക്കിയോസ്റ്റോമി കേട്ടിട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? ട്രാക്കിയോസ്റ്റോമി ആരുമില്ല? ട്രാക്കിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രാക്കിയ ആരും കേട്ടിട്ടില്ല? ട്രാക്കിയോസ്റ്റോമി തൊണ്ടയുടെ ഭാഗമാണ് അല്ലെ? നമ്മുടെ തൊണ്ടയുടെ ത്രോട്ട് പ്രോബ്ലംസ് അല്ലെ? നമ്മുടെ അതായത് ട്രാക്കിയോസ്റ്റോമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് കുറച്ചുകൂടി ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ, കിടപ്പ് രോഗികളോ ഒരുപാട് ക്രിട്ടിക്കൽ കണ്ടീഷൻസിനുള്ള പേഷ്യൻസ് ഒക്കെ വരുമ്പോൾ അവർക്ക് ചിലപ്പോ അവർക്ക് തനിയെ വായിലൂടെയോ മൂക്കിലൂടെയോ ശ്വസിക്കാൻ പറ്റാത്ത തരത്തിലുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെയുള്ള ഒരു ഘട്ടത്തിൽ നമ്മൾ ഈ പേഷ്യൻസിന്റെ തൊണ്ടയുടെ ഒരു ഭാഗത്ത്, നമ്മുടെ കഴുത്തിന്റെ ഒരു ഭാഗത്ത് ആ ഒരു ശ്വാസനാളത്തിലൂടെയും അല്ലെങ്കിൽ ശ്വസിക്കാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു ട്യൂബ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ കഴുത്തിൽ ചെറിയൊരു മുറിവ് ഉണ്ടാക്കിക്കൊണ്ട് അതിലൂടെ ചെറിയൊരു ട്യൂബ് മീൻസ് അവർക്ക് നോർമൽ ആയിട്ട് ശ്വസിക്കാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ മൂക്കിലൂടെയും വായിലൂടെയും ട്യൂബ് ഇടുന്നത് സക്സസ് ആകില്ല, കാരണം ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്. സോ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ഈ തൊണ്ടയിലൂടെ ട്രാക്കിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഴുത്തിന്റെ ഭാഗമായിട്ട് തൊണ്ടയുടെ ആ ഒരു സെക്ഷനിൽ ചെറിയൊരു കഴുത്തിലൊക്കെയും ചെറിയൊരു മുറിവ് നമ്മൾ സൃഷ്ടിച്ചുകൊണ്ട് ആ മുറിവിലൂടെ ട്യൂബ് കടത്തിയിട്ട് പേഷ്യൻസിന് നമ്മൾ ശ്വസിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് കൊടുക്കുകയാണ്. ഓക്കെ, ട്യൂബിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ശ്വാസനാളത്തിലൂടേക്ക് നമുക്ക് ആ ഒരു ശ്വസിക്കാനായിട്ടുള്ള ഒരു ഹെൽപ്പ് ബ്രീത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നു. ഇതാണ് ട്രാക്കിയോസ്റ്റോമി എന്ന് പറയുന്നത്. ഓക്കെ, ലാസ്റ്റ് വൺ ഇൻസ്ട്രുമെന്റ് ട്രോളി. ഹോസ്പിറ്റലിൽ നിങ്ങൾ പലതരത്തിലുള്ള ഇൻസ്ട്രുമെന്റ് ട്രോളി കണ്ടിട്ടുണ്ടോ? ഇതൊക്കെയാണ് കണ്ടിരിക്കുന്നത് ഇൻസ്ട്രുമെന്റ് ട്രോളി. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മൾ അഡ്മിറ്റ് ആകുന്ന ടൈമില് ഇപ്പൊ വാർഡിലൊക്കെയാണ് അഡ്മിറ്റ് ആയിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ റൂമിലാണെങ്കിലും അവരൊരു ഇൻസ്ട്രുമെന്റ് ട്രോളിയിൽ മെഡിസിൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും ഇല്ലേ? കൊണ്ടുവരാറില്ലേ? ഓരോ പേഷ്യന്റിന്റെ അതാത് മെഡിസിൻ ഒക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ആ ട്രോളിയിലായിരിക്കും അവർ കൊണ്ടുവരുന്നത്. അല്ലാതെ കയ്യിൽ പിടിച്ചിട്ടാണോ വാർഡിലോട്ടൊക്കെ വരുന്നത്? അങ്ങനെയാണോ? ഇൻസ്ട്രുമെന്റ് ട്രോളിയിൽ അവർ ഓരോ പേഷ്യൻസിനും കൊടുക്കേണ്ട മെഡിസിൻസും ഇഞ്ചക്ഷനൊക്കെ ആണെങ്കിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും ഇല്ലേ? എന്നിട്ടാണ് ടാബ്ലറ്റും ഇഞ്ചക്ഷനും നീഡിലും എല്ലാം അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഓരോ പേഷ്യൻസിന്റെ ട്രോളിയിൽ വന്നിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ട്രോളികൾ, മറ്റേ എക്യുപ്മെന്റ്സുകളും സർജിക്കൽ ട്രോളി, ഇൻസ്ട്രുമെന്റ് ട്രോളി, ഓരോ ഉപയോഗത്തിനുള്ള മെഷീൻസുകളും മറ്റും നമ്മൾ ഈ ട്രോളികളുണ്ട് ഇതുപോലെ കൊണ്ടുപോകുന്നത്, എക്യുപ്മെന്റ്സുകളും മറ്റും കൊണ്ടുപോകാനായിട്ട്. ഐ വി സെറ്റിന്റെ ഫുൾ ഫോമോ ഇൻട്രാവീനിയസ് കേട്ടോ, ഇൻട്രാവീനിയസ് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്താൽ മതി. ഐ വി ഇൻട്രാവീനിയസ്. ഓക്കെ, ഇപ്പൊ നമ്മള് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞൊരു ടേബിൾ ആണ് നോക്കിയത്. ടേബിളിൽ കുറച്ച് നമ്മൾ പഠിച്ചു നോക്കാട്ടോ. എക്യുപ്മെന്റ്സിന് നമ്മള് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്തിരിക്കുകയാണ്. ഡയഗ്നോസ്റ്റിക് എക്യുപ്മെന്റ്സുകള്, തെറാപ്റ്റിക് എക്യുപ്മെന്റ്സ്, മോണിറ്ററിംഗ് എക്യുപ്മെന്റ്സുകള്, ഇൻസ്ട്രുമെന്റ്സ്. അപ്പൊ ഓരോന്നിലും ഏതൊക്കെയാണെന്നാണ് നമ്മൾ പഠിച്ചത് എന്ന് കൂടി ഒന്ന് നോക്കാം. ഡയഗ്നോസ്റ്റിക്കിൽ നമ്മൾ നോക്കി BD apparatus, എൻഡോസ്കോപ്പ്, പോർട്ടബിൾ എക്സ്റേ, പോർട്ടബിൾ USG, എക്കോ. തെറാപ്റ്റിക്കിലാണെങ്കിൽ നെബുലൈസർ, ലാറിംഗോസ്കോപ്പ്, ബ്രോങ്കോസ്കോപ്പ്. മോണിറ്ററിംഗിൽ വരുന്നതാണ് പൾസ് ഓക്സിമീറ്റർ, കാർഡിയാക് മോണിറ്റർ, ECG മെഷീൻ. ഇൻസ്ട്രുമെന്റിൽ നമ്മൾ പഠിച്ചു IV സെറ്റ്, ട്രാക്കിയോസ്റ്റോമി, ഇൻസ്ട്രുമെന്റ് ട്രോളി. ബ്രോങ്കോസ്കോപ്പ് എന്ന് കൂടി പറയണം. ബ്രോങ്കോസ്കോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്വാസകോശ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ, നമ്മുടെ ലങ്സിനെ അഫക്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ശ്വാസകോശത്തിന്റെ ഒരു പരിശോധനയാണ് ബ്രോങ്കോസ്കോപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? എക്യുപ്മെന്റ്സ് ഒരുപാടൊന്നും മീൻസ് ഒരു പ്രോസസ്സും കാര്യങ്ങളൊന്നും പഠിക്കേണ്ട, ജസ്റ്റ് പേര് മാത്രം പഠിക്കാനുള്ളൂ നിങ്ങൾക്ക്. എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം. IV സെറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഹോസ്പിറ്റലിലൊക്കെ കിടക്കുമ്പോൾ
നമ്മൾ ഇൻട്രാവീനസ് നമ്മുടെ ഞരമ്പിൽ കൂടി നമ്മുടെ വെയിനിൽ കൂടി ഇഞ്ചക്ഷൻ നമുക്ക് തരാറില്ലേ? അതിന് ഉപയോഗിക്കുന്ന വസ്തുക്കള് പ്ലാസ്റ്റിക്കിലെ ചെറിയ ക്യാനുള്ള ട്യൂബ്, ചെറിയൊരു നമുക്ക് ആ ഒരു മെഡിസിൻ നമുക്ക് കിട്ടുന്ന ഒരു പ്ലാസ്റ്റിക്കിന്റെ ഒരു ക്യാനുലൊക്കെ പോലത്തെ ഒരു ആ ഒരു സെറ്റിന്റെ ഐ വി സെറ്റ് എന്ന് പറയുന്നത്. ഫ്ലൂയിഡ്സ് ഡെലിവറി ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസ് ആണ് ഐ വി സെറ്റ്. ഓക്കെ, ക്ലിയർ ആണോ ടേബിള്? ഞാൻ ജസ്റ്റ് ഒന്ന് ആ ടേബിൾ ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. ടേബിൾ ഒന്ന് വായിച്ചു നോക്കി എല്ലാവരും. എവിടെയെങ്കിലും ഡൗട്ട് ചോദിക്കുക. ടേബിൾ ഒന്ന് വായിക്കണേ. പിക്ചർ ക്ലിയർ ആണ് എല്ലാവർക്കും? പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും? ഇനി ഐ വി സെറ്റ് മനസ്സിലാവാത്തവർ ആരെങ്കിലും ഉണ്ടോ? ഇതാണ് ഐ വി സെറ്റിന്റെ പിക്ചർ ആണ് കേട്ടോ. പിക്ചർ കണ്ടോ എല്ലാവരും? ഇനി ഡൗട്ട് ഉണ്ടോ? കുറച്ചു പേർക്ക് ഐ വി സെറ്റ് ക്ലിയർ ആയില്ല എന്ന് തോന്നുന്നു, അതുകൊണ്ടാണ് ഞാൻ പിക്ചർ ഒന്നും എടുത്തിട്ടത് കേട്ടോ. നമുക്ക് വെയിനിലൂടെ മെഡിസിൻ ഒക്കെ തരുമല്ലോ, കണ്ടോ? ക്ലിയർ ആയോ? ക്യാനുല, ഒപ്പം ക്യാനുലയിൽ ഉണ്ട്. നമുക്ക് മെഡിസിൻ എന്താണ് ഡെലിവറി ചെയ്യുന്ന ഒരു എക്യുപ്മെന്റ് ആണ്, ഡിവൈസ് ആണ് ഐ വി സെറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ആ ടേബിൾ ഒന്ന് വായിച്ചൊന്ന് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ടേബിൾ ഒന്ന് വായിച്ചു നോക്കാം. ടേബിൾ ഒന്ന് കംപ്ലീറ്റ് വായിക്കാം കേട്ടോ. സൗണ്ട് ഇല്ല, കേൾക്കണില്ല, ടീച്ചർ പോയെന്ന് നോക്കട്ടോ. ഇവിടെ ഉണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് പിക്ചർ ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ആ സമയം കൊണ്ട് നിങ്ങളോട് വായിച്ചു നോക്കാന്ന് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഐ വി സെറ്റ് ഓക്കെ ആണല്ലോ. ബ്രോങ്കോസ്കോപ്പിയുടെ ചെറിയൊരു പിക്ചർ ആണ് കൊടുത്തിരിക്കുന്നത്. പിക്ചർ കാണുന്നുണ്ട് എല്ലാവരും സ്ക്രീനില്? ഓക്കെ, പിക്ചർ ക്ലിയർ അല്ലേ? നോക്കിയൊന്ന് പിക്ചറിലോട്ട് നോക്കാം കേട്ടോ. ബ്രോങ്കോസ്കോപ്പി നമ്മൾ പറഞ്ഞു, നമ്മുടെ ലങ്സിലുള്ള പ്രോബ്ലംസിലേക്ക് നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. ചെറിയൊരു ട്യൂബ്, നമ്മള് നേർത്തൊരു ട്യൂബാണ് കണ്ടോ. പിക്ചർ ഒന്ന് ശരിക്കും നോക്കാം കേട്ടോ. പിക്ചർ നമ്മള് നമ്മുടെ ശ്വാസ ലങ്സിലോട്ട് ചെറിയൊരു നേർത്തൊരു ട്യൂബ് കടത്തി വിട്ടിരിക്കുകയാണ്. എന്നിട്ടാണ് നമ്മള് അവിടെ ആ ട്യൂബിലൂടെ നമ്മൾ പറഞ്ഞു, ട്യൂബിന്റെ അകത്തായിട്ട് ചെറിയ ക്യാമറ വെച്ചിട്ടുണ്ടാകും. സോ ഈ ക്യാമറയുടെ ചിത്രങ്ങളിലൂടെയാണ് നമ്മൾ ശ്വാസകോശത്തിലുള്ള പരിശോധന നടത്തുന്നത്. കണ്ടോ? ക്ലിയർ ആണോ ബ്രോങ്കോസ്കോപ്പി?
നമ്മൾ പറഞ്ഞു ട്രാക്കിയോസ്റ്റോമി. കണ്ടോ, ട്രാക്കിയോസ്റ്റോമി ആണ് നമ്മുടെ കഴുത്തില്. കണ്ടോ പിക്ചർ, കണ്ടോ, ചെറിയ പിക്ചറാണ്. ക്ലിയർ ആണോ? പിക്ചർ കാണുന്നുണ്ടല്ലോ എല്ലാവരും? ഓക്കെ, കണ്ടോ, നമ്മൾ പറഞ്ഞു കഴുത്തില് ചെറിയൊരു മുറിവുണ്ടാക്കിയിട്ടാണ് നമ്മൾ ചെറിയൊരു ട്യൂബ് ഇട്ടിട്ട് നമ്മളുടെ ലാറിങ്സില് നമ്മുടെ ട്രാക്കിയോസ്റ്റോമി ചെയ്യുന്നത്. ഓക്കെ, ഐ വി സെറ്റും ക്ലിയർ ആണല്ലോ. നിങ്ങൾക്ക് അറിയാത്ത 1-2 കാര്യങ്ങൾ മാത്രം ഞാൻ പിക്ചർ ഒന്ന് കളിക്കാൻ വേണ്ടി ഇട്ടുന്നുള്ളൂ. ഓക്കെ, നമുക്ക് നമ്മുടെ ചാപ്റ്ററിലോട്ട് തിരിച്ചു വരാം. ഓക്കെ, പിക്ചറൊക്കെ കണ്ടപ്പോ കുറച്ചും കൂടി ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ കിട്ടിയ എല്ലാവർക്കും? ഐ വി സെറ്റ് നമ്മൾ കണ്ടിട്ടുണ്ട്, പക്ഷെ നമുക്ക് അതിന്റെ പേരറിയില്ല. അതാണ് വാസ്തവം, അല്ലേ? കൂടുതൽ പേർക്കും ഐ വി സെറ്റ് ഒക്കെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയാണ് ഇതിന്റെ സംഭവത്തിന്റെ പേരൊന്നും നമുക്കറിയില്ല, അല്ലേ? ഓക്കെ, പിന്നെ നമ്മള് ഓരോ എക്യുപ്മെന്റ്സുകളും പേരുകളൊക്കെ പഠിക്കും കേട്ടോ. രണ്ട് ടേബിളും ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ഓക്കെ, പ്രാധാന്യം കൊടുക്കണം. കാരണം ക്വസ്റ്റ്യൻസ് 2 ടേബിളിൽ നിന്നായിട്ട് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിന് പ്രതീക്ഷിക്കാം. ഓക്കെ, നെക്സ്റ്റ് സെക്ഷനും കൂടെ ഒന്ന് നോക്കാം കേട്ടോ. നമ്മൾ ടേബിളൊക്കെ പഠിച്ചു. ഇത് നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് ഒപിഡി. ഒപിഡിയുടെ ഫങ്ഷൻസ് ആണ് നോക്കാൻ പോകുന്നത്. കുറച്ച് പോയിന്റ്സുകളായിട്ടാണ് തന്നിരിക്കുന്നത് ഫങ്ഷൻസ്. വളരെ എളുപ്പമാണ്, മനസ്സിലാക്കി പഠിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആണ്. ഓക്കെ, അപ്പൊ ഫങ്ഷൻസ് നോക്കാം. ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് early diagnosis, then curative, preventive and rehabilitative care on ambulatory basis. എന്താണ് ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്? അത് ആദ്യം ചോദിക്കട്ടെ. ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടാവാം. ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത് എന്താ? ആംബുലേറ്ററി ബേസിക് മീൻസ് എന്താ? ആംബുലേറ്ററി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളതാണ്. ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞായിരുന്നു, ആർക്കോർമില്ല ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. അതായത് ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൊടുക്കുന്ന ട്രീറ്റ്മെന്റ്സുകൾ, ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കെയറുകളാകാം. പേഷ്യന്റിന് നമ്മൾ അഡ്മിറ്റ് ആക്കാതെ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ കൊടുക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അതാണ് ആംബുലേറ്ററി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള കേസുകൾ നമുക്ക് ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുന്നതും നമ്മൾ പറഞ്ഞു എന്താണ് ഔട്ട് പേഷ്യന്റ് ബേസിസ്. അതിനെ തന്നെയാണ് ഈ ആംബുലേറ്ററി ബേസിസ് എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ പറയുന്നത് ഏർലി ഡയഗ്നോസിസ്, അല്ലെ? രോഗനിർണയങ്ങൾ നടത്തുന്നു. ദെൻ ക്യൂറേറ്റീവ്. ക്യൂറേറ്റീവ് എന്ന് വെച്ചാൽ എന്താണ്? രോഗശമനം, അതായത് നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നുണ്ട് പേഷ്യന്റിന്. ദെൻ പ്രിവെന്റീവ് ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. പ്രിവെന്റീവ് എന്ന് വെച്ചാൽ എന്താണ്? രോഗങ്ങളെ പ്രിവെന്റീവ് ചെയ്യുക, അതായത് രോഗങ്ങൾക്കുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുന്നു. ആൻഡ് റീഹാബിലിറ്റേറ്റീവ് കെയർ ഓൺ ആംബുലേറ്ററി ബേസിസ്. റീഹാബിലിറ്റേറ്റീവ് കെയർ കൊടുക്കുന്നത്. റീഹാബിലിറ്റേറ്റീവ് കെയർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു പേഷ്യന്റിനെ നോർമൽ ലൈഫിലോട്ട് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ എക്സാമ്പിൾ പറഞ്ഞ ഫിസിയോതെറാപ്പി, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള റീഹാബിലിറ്റേറ്റീവ് കെയർ കൊടുക്കുന്നു ആംബുലേറ്ററി ബേസിസിൽ. അതായത് അഡ്മിറ്റ് ആക്കാതെ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ ഡയഗ്നോസിസ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രതിരോധ ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുന്നു, റീഹാബിലിറ്റേറ്റീവ് കെയറുകൾ കൊടുക്കുന്നു. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഫംഗ്ഷൻ. പുനരധിവാസം മലയാളത്തിൽ പറയാം, അല്ലെ? ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻസ് നോക്കാം. ഇഫക്റ്റീവ് ട്രീറ്റ്മെന്റ് ഓൺ ആംബുലേറ്ററി ബേസിസ്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞ കാര്യമാണ്. ആംബുലേറ്ററി ബേസിസിൽ, അതായത് പേഷ്യന്റിനെ അഡ്മിറ്റ് ആക്കാതെ ഔട്ട് പേഷ്യന്റ് ബേസിസിൽ ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ലൊരു പരിചരണം കൊടുക്കുക അല്ലെങ്കിൽ കൊടുക്കുന്നു. അതാണ് ഒപിഡിയുടെ ഒരു ഫംഗ്ഷൻ. ഇനി മൂന്നാമത്തത് സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ അഡ്മിഷനിലേക്കുള്ള ഒരു സ്ക്രീനിങ് കൊടുക്കുന്നുണ്ട്. എങ്ങനെയാ ഒപിഡിയിൽ സ്ക്രീനിങ് കൊടുക്കുക എന്ന് പറയുന്നത്? ആലോചിച്ച് നോക്കിയേ ആ ഒരു സെന്റൻസ്. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഇതേ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു പോയിന്റ് ആയിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നോക്കി നിങ്ങള്.
ലൊക്കേഷൻ ഓഫ് ഒ പി ഡിയിൽ രണ്ടാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചു. ഷുഡ് ഷെയർ വിത്ത് IPD. കണ്ടോ? അതുമായിട്ട് എന്തെങ്കിലും റിലേറ്റഡ് ആണോ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഒന്ന് ഗസ് ചെയ്ത് നോക്കൂ. നമ്മൾ ലൊക്കേഷനിൽ പഠിച്ചു ഷെയർ വിത്ത് IPD ആയിട്ട് നമ്മൾ ഷെയർ ചെയ്യുന്നു പഠിച്ചു. സെയിം ഏകദേശം ഒരു സിമിലാരിറ്റി ഇല്ലേ? സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ നിങ്ങൾ അന്ന് പറഞ്ഞായിരുന്നു. ആർക്കും കിട്ടുന്നില്ല? യെസ് അല്ലേ? സജ്ജനയാണ് പറഞ്ഞത് കേട്ടോ. ആദ്യം ഔട്ട് പേഷ്യന്റിൽ വന്നിട്ടല്ലേ നമ്മൾ ഇൻ പേഷ്യന്റിലോട്ട് ആകുന്നത് ആണോ? നമ്മൾ ഒരു പനി ചുമയൊക്കെ ആയിട്ട് നമ്മൾ ഡോക്ടറെ കാണാൻ ചെന്നു. ഡോക്ടർ 5 ദിവസത്തേക്ക് നമുക്ക് മെഡിസിൻ തന്നു. then 5 ദിവസം കഴിയുമ്പോൾ ഡോക്ടർ എന്ത് പറയും? ഒന്നും കൂടി വന്ന് കാണാൻ പറയും. then നമ്മൾ എന്ത് ചെയ്തു? 5 ദിവസത്തെ മെഡിസിൻ ഒക്കെ കഴിച്ചു, നമുക്ക് യാതൊരു കുറവുമില്ല. അപ്പൊ എന്ത് ചെയ്യും? പിന്നെ ചെല്ലുമ്പോൾ ഡോക്ടർ പറയും അഡ്മിറ്റ് ആക്കാന്ന് പറയും അല്ലേ? അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കി. ആദ്യം നമ്മൾ OPD ബേസിസിലാണ് വന്നത്, then നമ്മൾ അഡ്മിറ്റ് ആയി IPDയിലോട്ട് മാറിയോ? ഇനി ആ പോയിന്റ് ഒന്ന് വായിച്ചു നോക്കിയേ. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ ടു ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിലോട്ട് അഡ്മിഷൻ ആയിട്ടുള്ള ഒരു സ്ക്രീനിങ് ആണ് OPD. ആദ്യം നമ്മൾ OPDയിലല്ലേ കാണുന്നത് ഡോക്ടറെ, ശേഷമാണ് നമ്മൾ ട്രീറ്റ്മെന്റ്സ് കഴിഞ്ഞിട്ടാണ് IPDയിലോട്ട് നമ്മൾ ചേഞ്ച് ആക്കുന്നത് ആണോ? അല്ലേ? ആദ്യം നമ്മൾ മെഡിസിൻ ഒക്കെ കഴിച്ചു, then കുറവൊന്നും ഇല്ല. രണ്ടാമത് നമ്മൾ ഡോക്ടറിന്റെ അടുത്ത് പോകുമ്പോഴാണ് ഡോക്ടർ എങ്കിൽ നമുക്ക് ഇഞ്ചക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം, അഡ്മിറ്റ് ആക്കുന്നത്. അതാണ് കേട്ടോ മൂന്നാമത്തെ പോയിന്റിൽ പറയുന്നത്. then അടുത്ത പോയിന്റ് നോക്കാം. ഫോളോ അപ്പ് കെയർ ആൻഡ് കെയർ ആഫ്റ്റർ ഡിസ്ചാർജ്. ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ പോലെ 5 ദിവസം കഴിഞ്ഞിട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടോ പേഷ്യന്റിനോട് വരാനായിട്ട് പറയുന്നു. then ആഫ്റ്റർ ഡിസ്ചാർജ്, ഇനി നമ്മൾ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ഒക്കെ ആയി കഴിഞ്ഞിട്ട് ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട് ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ടാകും. ഇങ്ങനെ ഒരാഴ്ച ആ മെഡിസിൻ ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഒന്നും കൂടി വന്ന് കാണാനായിട്ട് പറയും. ഫോളോ അപ്പ് തന്നെ. then പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ബൈ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്തിനെ പ്രൊമോട്ട് ചെയ്യാന്ന്, ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. എന്തിലൂടെ? ആരോഗ്യ വിദ്യാഭ്യാസത്തിലൂടെ, ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുക. then rendering of preventive health care. rendering preventive health care. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ ഫെസിലിറ്റികൾ കൊടുക്കാണ് OPDയിൽ നിന്ന് കൊടുക്കുന്ന പ്രിവെന്റീവ് ഹെൽത്ത് കെയറുകൾ. ഏതൊക്കെയാണ് പ്രിവെന്റീവ് ഹെൽത്ത് കെയറിന്? ഏതെങ്കിലും ഒരു എക്സാമ്പിൾ പറയാമോ? പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വാക്സിനേഷൻസ് കൊടുക്കും ഇല്ലേ? ഹോസ്പിറ്റലുകളിൽ നിന്ന് വാക്സിനേഷനുകള്, അതുപോലെ തന്നെ കൗൺസിലിംഗ്, പേഷ്യൻസുകൾക്ക് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നു. അപ്പൊ അങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യും. റെൻഡറിംഗ് ഓഫർ ചെയ്യുന്നതാണ്. വാക്സിനുകൾ, കോവിഡ് വാക്സിൻ ആവാം, കുഞ്ഞുങ്ങൾക്കുള്ള വാക്സിനുകളാകാം, മറ്റ് വാക്സിനുകളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നു. ലാസ്റ്റ് വൺ, പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് ത്രൂ ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഹെൽത്തിനെ, നമ്മുടെ ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യണം ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ. ഓക്കെ, ഇത്രയുമാണ് OPDയുടെ ഫങ്ഷൻസ് എന്ന് പറയുന്നത്. അതുകൂടി ഒരു പ്രാവശ്യം കൂടി പറയാം. ഫസ്റ്റ് വൺ പറയുന്നത് നേരത്തെയുള്ള ടെസ്റ്റുകളൊക്കെ നടത്താം, രോഗശമനത്തിനായിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ കൊടുക്കുക, റിഹാബിലിറ്റേറ്റീവ് കെയറുകൾ OPD അല്ലെങ്കിൽ ആംബുലേറ്ററി ബേസിസിൽ കൊടുക്കുക, ആംബുലേറ്ററി ബേസിസിൽ നല്ലൊരു പരിചരണം കൊടുക്കുക. സ്ക്രീനിങ് ഫോർ അഡ്മിഷൻ. സ്ക്രീനിങ് OPDയിലാണ് നമ്മൾ സ്ക്രീനിങ് ആദ്യം കൊടുക്കുന്നത്. ഫോളോ അപ്പ് കെയറുകൾ കൊടുക്കുക. ഡിസ്ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോളോ അപ്പുകൾ കൊടുക്കുക. ഹെൽത്തിനെ, ആരോഗ്യത്തെ പ്രൊമോട്ട് ചെയ്യുക. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ സർവീസസുകൾ കൊടുക്കുക. വീണ്ടും പറയുന്നത് ഹെൽത്തിന്റെ പ്രൊമോഷൻ ഓഫ് ഹെൽത്ത് എഡ്യൂക്കേഷനിലൂടെ പ്രൊമോട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയുമാണ് നമ്മൾ OPDയുടെ ഫങ്ഷൻസിൽ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ എല്ലാ പോയിന്റ്സും പഠിക്കണം, ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കും. ഒരു പ്രാവശ്യം ഒന്ന് വായിച്ചു നോക്കുക കേട്ടോ. ഓക്കെ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഫങ്ഷൻസ് ഓഫ് OPD വരെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. ഫങ്ഷൻസ് ഓഫ് OPD നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, പേടിക്കണ്ട. ഓക്കെ, നമ്മുടെ ക്ലാസ്സിന്റെ ടൈം ആയിട്ടുണ്ട് ഏകദേശം. അപ്പോൾ
ഫങ്ഷൻസ് ഓഫ് OPD വരെയാണ് നമ്മൾ ഇന്ന് എടുത്തിരിക്കുന്ന ക്ലാസ്സിൽ. ഒരുപാടൊന്നും എടുത്ത് പോയിട്ടില്ല. നമ്മൾ മെയിൻ ആയിട്ട് 2 ടേബിൾ ആണ് നോക്കിയത്. എടുത്തത്ര നോക്കിയാണ് എല്ലാവർക്കും ക്ലിയർ ആണോ? റെസ്പോൺസ് ചെയ്യാട്ടോ നിങ്ങളൊന്ന്. നോക്കിയാണോ എല്ലാവരും? ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ ക്ലാസ്? ഓക്കെ. അപ്പൊ എടുത്തത്രയും നന്നായിട്ടൊക്കെ വായിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, Thank you, ma'am. thank you, ma'am. Thank you, ma'am. Thank you, ma'am. Thank you, Thank you, ma'am. ma'am.